ദൈവനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 24-ാമത്തെ ക്ലാസ്സാണ് തുടർന്ന് നടക്കുവാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നിന്നുമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. പ്രാരംഭമായിട്ട് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങൾ വായിക്കാം. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യുഫ്രാത്തീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകെ 7 കാഹളമാണ്. അതിൽ അവസാനത്തെ 3 കാഹളം ഊതുന്ന നാളുകളിൽ യഹൂദിയരുടെ ജനങ്ങൾക്ക് വലിയ കഷ്ടതയുണ്ടാകുമെന്ന് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13 പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. തിരുവെഴുത്തുകളിൽ 2 തരം പീഠത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് യാഗപീഠം. അത് താമരം കൊണ്ട് പൊതിഞ്ഞതാണ്. അതുകൊണ്ട് അതിന് താമര യാഗപീഠം എന്ന് പറയുന്നു. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൽ നിന്നും ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. 2-ാമത്തേത് ധൂപപീഠം. ധൂപപീഠം തങ്കം കൊണ്ട് പൊതിഞ്ഞതാണ്. അതുകൊണ്ട് ആ പീഠത്തിന് സ്വർണ്ണപീഠം എന്ന് പറയുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ നിന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. താമ്രയാഗപീഠവും സ്വർണ്ണപീഠവും ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് നിഴലാണ്. താമ്രയാഗപീഠം ക്രൂശിലെ മധ്യസ്ഥതയ്ക്കും സ്വർണ്ണപീഠം വിശുദ്ധർക്ക് വേണ്ടി ദൈവസേനയിലുള്ള മധ്യസ്ഥതയ്ക്കും നിഴലാണ്. തിമത്യൂസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5, 6, എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25, 26, 27 ഈ വചനങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകൾ യേശുക്രിസ്തുവിൻ്റെ സർവാധികാരത്തെയാണ് കാണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22, 27 വാക്യങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ്. സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്നുള്ള ശബ്ദം കർത്താവായ യേശുക്രിസ്തുവിൻ്റേതാണ്. യുഫ്രാത്തീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് യോഹന്നാൻ കേട്ടു. പഴയ നിയമ പുസ്തകങ്ങളിലെ ഫ്രാത്ത് എന്ന പേരിൻ്റെ ഗ്രീക്ക് രൂപമാണ് പുതിയ നിയമത്തിലെ യുഫ്രാത്തീസ്. യുഫ്രാത്തീസ് നദിയുടെ ഉത്ഭവം ഏദനിൽ നിന്നുമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10, 14 വാക്യങ്ങളിൽ അപ്രകാരം എഴുതിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. യുഫ്രാത്തീസ് മഹാനദിയോട് ബന്ധപ്പെടുത്തി യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കച്ചയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ കൽപ്പിച്ചതുപോലെ യിരെമ്യാവ് ആ കച്ച യുഫ്രാത്തീസ് നദീതീരത്ത് ഒളിപ്പിച്ചു വെച്ചു. ഏറെ നാൾ കഴിഞ്ഞ ശേഷം യഹോവ യിരെമ്യാവിനോട് ആവശ്യപ്പെട്ടതുപോലെ യിരെമ്യാവ് ചെന്ന് നദീതീരത്ത് നിന്ന് കച്ച മാന്തിയെടുക്കുന്നു. എന്നാൽ ആ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെയായി തീർന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ആ വേദഭാഗത്ത് ഒരു ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാത്ത് നദീതീരത്ത് മിസ്രയീമിലൂടെ ദൈവം പ്രതികാരം ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 60 മുതൽ 64 വരെയുള്ള വാക്യങ്ങളിൽ ബാബേലിനെ ഫ്രാത്തിലേക്ക് എറിഞ്ഞുകളയുന്നു. തുടർന്ന് ബാബേലിൻ്റെ സംഹാരം നടക്കുന്നു. ബാബേൽ അതിൽ നിന്ന് പൊങ്ങി വരികയില്ല എന്നുള്ളതാണ് യഹോവ യിരെമ്യാവിനോട് പറയുന്നത്. ഫ്രാത്തിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നശിച്ചു പോകുന്നതായിട്ടാണ് ഈ വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
യഹൂദിയെ ശിക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ച 4 രാജ്യങ്ങളാണ് ബാബേൽ, മേദ്യ-പാർസ്യ, ഗ്രീക്ക്, റോമ സാമ്രാജ്യം. യഹൂദ ഒരു രാജ്യമായിരിക്കാതെ അവരെ ദൈവം തൻ്റെ സന്നിധിയിൽ നിന്നും തള്ളിക്കളഞ്ഞു. അങ്ങനെ അവർ ബാബേലിലേക്ക് പ്രവാസികളായി പോകേണ്ടതായി വന്നു. പിന്നീട് ദൈവം മേദ്യരെ കൊണ്ട് ബാബേലിനെ ന്യായം വിധിക്കുകയും ബാബേലിനെ ഫ്രാത്ത് നദിയിലേക്ക് എറിഞ്ഞുകളയുകയും ചെയ്തു. അതേ തുടർന്ന് യഹൂദ മേദ്യരുടെ അധികാരത്തിന് കീഴിലായിത്തീരുവാൻ ഇടയായി. യെശയ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം, യിരെമ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം, ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ. ഈ വേദഭാഗങ്ങൾ പരിശോധിച്ച് നോക്കുക. മേദ്യ-പാർസ്യയ്ക്ക് ശേഷം യവനരാജ്യവും യവനരാജ്യത്തിന് ശേഷം റോമൻ സാമ്രാജ്യവും അധികാരത്തിൽ വന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ട കാലത്ത് യഹൂദ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആയിരുന്നു. ബാബേൽ, മേദ്യർ, യവന, റോമ എന്നീ രാജ്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പിശാചിൻ്റെ ശക്തിയുള്ള ദൂതന്മാരാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്നു എന്ന്. രാജ്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പിശാചിൻ്റെ ദൂതന്മാരെ രാജ്യത്തിൻ്റെ പ്രഭുക്കന്മാർ എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പാർസ്യരാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർശ്വരാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ചും നിന്റെ ജനത്തിന് ഭാവികാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. പാർശ്വരാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പിശാചിൻ്റെ ദൂതനെയാണ് പാർശ്വരാജ്യത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹൂദ പ്രവാസത്തിലേക്ക് പോയതു മുതൽ അവരുടെ മേൽ ആധിപത്യം നടത്തിയിരുന്ന 4 രാജ്യങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്: ബാബേൽ, മേദ്യ-പാർസ്യ, യവന, റോമ സാമ്രാജ്യം. ഈ രാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് പിശാചിൻ്റെ പ്രധാന ദൂതന്മാരാണ്. അവരെയാണ് യുഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരുന്നത്. ബാബേലിനെ ദൈവം ന്യായം വിധിക്കുകയും ബാബേലിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പിശാചിൻ്റെ ദൂതനെ യുഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചു. അതിനുശേഷം ദൈവം മേദ്യ-പാർസ്യയെ ന്യായം വിധിക്കുകയും ആ രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പിശാചിൻ്റെ ദൂതനെ യുഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിക്കുകയും ചെയ്തു. മൂന്നാമതായിട്ട് യവനരാജ്യത്തിൻ്റെ പ്രഭുവിനെയും 4-മതായിട്ട് റോമൻ സാമ്രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പിശാചിൻ്റെ ദൂതനായ പ്രഭുവിനെയും യുഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചു. ബാബേൽ, മേദ്യ-പാർസ്യ, യവന, റോമ എന്നീ രാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന പിശാചിൻ്റെ ദൂതന്മാരെ യുഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരുന്നതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നുവെന്ന് കർത്താവിൻ്റെ ദാസനായ യൂദ താൻ എഴുതിയ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. യൂദയുടെ ലേഖനം 6-ാമത്തെ വാക്യം: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ബാബേൽ, മേദ്യ-പാർസ്യ, യവന, റോമ എന്നീ രാജ്യങ്ങളുടെ ആധിപത്യത്തെ നിയന്ത്രിച്ചിരുന്ന പിശാചിൻ്റെ ദൂതന്മാരെ യുഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരുന്നത് മഹാദിവസത്തിൻ്റെ വിധിക്കായിട്ടായിരുന്നു എന്നുള്ളതാണ് യൂദ തൻ്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ മഹാദിവസത്തെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ വായിക്കാം. ജോയൽ 2-ാം അധ്യായം 31-32 വാക്യങ്ങൾ: യഹോവയുടെ വലുതും
ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുസലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഈ വേദഭാഗം പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വചനങ്ങൾ കൂടി ഒന്ന് വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. ന്യായവിധിയിൽ അകപ്പെടുകയില്ല എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെപ്പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും. നമ്മൾ വായിച്ച ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ സകല മനുഷ്യരെയും ഉദ്ദേശിച്ചല്ല, ന്യായപ്രമാണമുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ അനുസരിക്കാതെ പോകുന്ന അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ സമൂഹത്തിലുള്ളവരിൽ യഹോവയെ ഭയപ്പെടുന്നവർക്കായി നീതിസൂര്യനായ ക്രിസ്തു വെളിപ്പെടുമെന്നും യഹോവയെ ഭയപ്പെടാത്തവർ ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ അകപ്പെടുമെന്നാണ് ആദ്യം നമ്മൾ കാണുന്നത്. യഹോവയെ അനുസരിക്കാത്ത ജനത്തിന് ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ എന്തു സംഭവിക്കുവാൻ പോകുന്നു എന്നാണ് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ ജനം എന്ത് ചെയ്യണമെന്ന് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യമൊന്ന് വായിക്കാം. ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. യഹോവ തൻ്റെ ദാസനായ മോശയിലൂടെ നൽകിയ ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും അനുസരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരിക്കാത്തവർ ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ അകപ്പെടും. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. 5-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏലിയാ പ്രവാചകൻ യോഹന്നാൻ സ്നാപകനാണെന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 14, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മലാക്കിയിൽ പറഞ്ഞിരിക്കുന്ന ഏലിയാ പ്രവാചകൻ യോഹന്നാൻ സ്നാപകനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ മാത്രമായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14 തൊട്ട്
17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ എന്നത് ന്യായവിധിയാണ് സൂചിപ്പിക്കുന്നത്. ന്യായവിധി വരുന്നതിന് മുമ്പായിട്ട് ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചു. ആ ഏലിയാ പ്രവാചകൻ യോഹന്നാൻ സ്നാപകനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷയാൽ അനേകർ ദൈവഭാഗത്തേക്ക് വരുവാനിടയായി. തുടർന്ന് കർത്താവും കർത്താവിൻ്റെ ദാസന്മാരും ഇസ്രായേലിൻ്റെ മധ്യത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അനേകർ മാനസാന്തരപ്പെട്ടു, ദൈവഭാഗത്തേക്ക് വരുവാനിടയായി. അങ്ങനെ AD 70 വരെയുള്ള സമയം, അതായത് ഏകദേശം 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തിൻ്റെ മാനസാന്തരത്തിനായിട്ട് ദൈവം നൽകി. അങ്ങനെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച ഏവരും രക്ഷിക്കപ്പെട്ടു. മാനസാന്തരപ്പെടാതെ ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോയവർ യഹോവയുടെ വലുതും ഭയങ്കരമായ നാളായ ന്യായവിധി ദിവസം, അതായത് AD 70 അവർ അകപ്പെട്ടുപോയി. മഹാദിവസത്തിൻ്റെ ന്യായവിധി എന്ന് യൂദാ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ സകല അവിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല, ഇസ്രായേലിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന അവിശ്വാസികളായിരുന്ന ജനത്തെ മാത്രം ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ ന്യായവിധിയാണ് AD 70 നടന്നത്. ചൂള പോലെ കത്തുന്ന ദിവസം എന്നതും അതുതന്നെയായിരുന്നു. ചൂള പോലെ കത്തുന്ന ദിവസത്തെക്കുറിച്ച്, അതായത് യഹോവയുടെ വലുതും ഭയങ്കരമായ ആ ദിവസത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. തൻ്റെ സ്നാനത്തിനായി പരീശന്മാരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്ധികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? 10-ാമത്തെ വചനം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. 12-ാമത്തെ വചനം. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ വചനങ്ങളിൽ അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ന്യായവിധിയാണ് AD 70 നടന്നത്. അതിനാണ് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ എന്നും മഹാദിവസത്തിൻ്റെ ന്യായവിധി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇനി വരുവാനുള്ള ലോകത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വചനങ്ങൾ കൂടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ഈ വചനങ്ങളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആരുടെ അടുക്കൽ പോകണം, ആരുടെ അടുക്കൽ പോകരുത് എന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മത്തായി 10:14-15 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനം കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. മത്തായി 10:23. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വരുന്ന വരവല്ല, അത് മേഘത്തിലുള്ള വരവാണ്. മേഘത്തിലുള്ള വരവ് കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ സംഭവിക്കുമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ മേഘത്തിലുള്ള വരവ് സംഭവിക്കുകയും ചെയ്തു. ആ മേഘത്തിലുള്ള വരവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിൽ എബനേസർ ബൈബിൾ സ്റ്റഡീസ് എന്ന ഗ്രൂപ്പിൽ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള
ബൈബിൾ ക്ലാസിൻ്റെ ഓഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. മഹാദിവസത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റ് ചില വചനങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ന്യായവിധി നമ്മുടെ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആ വേദഭാഗത്തിൽ നിന്നും ഒരു വചനം വായിക്കാം. 36-ാമത്തെ വാക്യം: ഇതൊക്കെയും ഈ തലമുറമേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഈ തലമുറ എന്ന് പുതിയ നിയമത്തിൽ എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട തലമുറയെ ഉദ്ദേശിച്ച് മാത്രമാണ്. ആ തലമുറയിലെ അവിശ്വാസികളായ യഹൂദന്മാരുടെ മേൽ ന്യായവിധി വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1, 2, 34 ഈ വചനങ്ങൾ വായിക്കാം. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 34-ാമത്തെ വചനം: ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവാലയത്തിൻ്റെ നാശവും അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായവിധിയും ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട തലമുറയിലെ ജനങ്ങൾ മുഴുവനും മരണത്താൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുന്നമേ സംഭവിക്കുമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. അത് സംഭവിക്കുകയും ചെയ്തു. അതിനാണ് മഹാദിവസത്തിൻ്റെ ന്യായവിധി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ന്യായവിധിക്കായിട്ടാണ് പിശാചിൻ്റെ 4 ശക്തിയുള്ള ദൂതന്മാർ യുഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരുന്നത്. ആ ന്യായവിധി സമയത്ത് ഉണ്ടാകുവാനിരുന്ന കഷ്ടത്തെക്കുറിച്ചാണ് മത്തായി 24-ന്റെ 21 എഴുതിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. AD 70 ഉണ്ടായതുപോലെയുള്ളൊരു കഷ്ടം അതിനു മുമ്പും അതിന് ശേഷവും യഹൂദന്മാരെ ചരിത്രത്തിൽ ഉണ്ടാകുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്. ആ മഹാദിവസത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9 അത് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ 2 പത്രോസ് 3-ാം അധ്യായത്തിലും ആ ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ വേദഭാഗങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതാണ് എന്നുള്ളത് ദൈവജനം മനസ്സിലാക്കിയിരിക്കണം. ആ മഹാദിവസത്തിൻ്റെ ന്യായവിധിയിൽ സംഭവിക്കുവാനിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് എത്ര ഭയാനകമായിരുന്നു എന്നുള്ളത് ആ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. യഹൂദ ചരിത്രകാരനായിരുന്ന ജോസിഫസിൻ്റെ പുസ്തകത്തിൽ AD 70 സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അല്പമായി പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ നമ്മൾ വായിച്ചാൽ എത്ര ഭയാനകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് ഇത്ര വലിയ ന്യായവിധിക്കായി അവിശ്വാസികളായ യഹൂദന്മാരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോലും അവർ മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ കാണുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്നുമുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ 10-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.